1 in 30 days, especially if you clean the floor after the storm. Mud sticking or cleaning the bathroom toilet. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഈ പുതിയ വീട്ടിലോട്ട് ഈ ഒരു സാധനം മേടിക്കണമെന്ന്. അങ്ങനെ ഞാനും മേടിച്ചിട്ടുണ്ടാകുന്ന ഒരു സാധനം ഇതാണ് സാധനം. ഇതിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തി തരാം. അതിൽ തന്നെ നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള 2 സാധനമായിരിക്കും കേട്ടോ. അതുപോലെ കാണാൻ വേണ്ടി ഒരു ക്ലിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏകദേശം അത്യാവശ്യം വലിപ്പത്തിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു ക്ലിപ്പ് അമർത്തി കൊടുത്തതിനാൽ സംഭവം ഫിറ്റായി നിന്നോളും. ഇനി അനങ്ങത്തില്ല. നമുക്കിതിൻ്റെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ഈ ഒരു ഹോളിലേക്ക് ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഓക്കെ. ടൈറ്റ് ചെയ്താൽ ഇനി ഇതിവിടെ നിന്ന് അനങ്ങത്തില്ല. നല്ല ബെല്ലുള്ള സാധനമാണ്, ക്വാളിറ്റിയാണ്. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് 360 ഡിഗ്രിയാണ് കേട്ടോ. അതാ 360 ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനത്തെ ഡസ്റ്റ് വേണമെങ്കിലും എടുക്കാം. കട്ടിലിൻ്റെ അടിയിലുള്ളതാണെങ്കിലും സോഫിൻ്റെ അടിയിലുള്ളതാണെങ്കിലും എങ്ങനത്തെ ഡസ്റ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ വെച്ചാൽ പൊടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സിമ്പിൾ സ്റ്റെപ്പ് പാസ്സാവാൻ സംഭവം നല്ല രീതിക്ക് വർക്കാണ്. ഇവിടെ നിറച്ച് പൊടി ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ ഒരു തടിയില്ല. നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. അത് പോയില്ല വെച്ച് പ്രശ്നമൊന്നുമില്ല. സംഭവം എവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വഴുക്കലോ ഒന്നുമില്ല എന്നാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തതുകൊണ്ട് നമ്മുടെ ഈ ഒരു റബ്ബർ ഭയങ്കരമായിട്ട് ചളി പിടിച്ചേക്കുവാണ്. ഇത് നമുക്ക് ഇനി കഴുകാൻ പറ്റില്ല. ഇത് റീയൂസബിൾ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഇതല്ല, ഇവിടെ ഇത് കാണുന്നു. ഇത് പിടിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ, അതായത് ഇങ്ങനെ പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കത് റിമൂവ് ആയി കിട്ടും. ഇങ്ങനെ നമുക്കിങ്ങനെ വലിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. സംഭവം കഴുകി വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് പൊടിയും വെള്ളത്തിലും ഓയിലും മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്. കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും, ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ജനലുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആണ്. ഇതിന് വെറും 200 സംതിങ് റുപ്പീസേ വരുന്നുള്ളൂ. എല്ലാവർക്കും വെറുത്താന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാണ്ട് അവർ പറഞ്ഞ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് വെറുത്തായി തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കും. അതിൽ പിടിച്ച് അമർത്തിക്കാനും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കഴിയും. വാങ്ങിയിട്ട് എൻജോയ് ചെയ്ത് യൂസ് ചെയ്തോ. നല്ല പ്രൊഡക്റ്റാണ്. കൊച്ചുകുട്ടിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം തന്നെ അടുത്ത് വിളിക്കണം. ബൈ ബൈ.